ചോദ്യപേപ്പർ ചോർച്ചയിൽ വീഴ്ച സമ്മതിച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്ന് NTA പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അറിയിച്ചു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ഊർജിതമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതിക്ക് മുൻപിലാണ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച പറ്റിയെന്ന NTA തുറന്നുപറച്ചിൽ. പരീക്ഷയുടെ വിശ്വാസ്യതയെ ചോദ്യപേപ്പർ ചോർച്ച ബാധിച്ചുവെന്ന് NTA ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതി അതൃപ്തി രേഖപ്പെടുത്തി. ഈ കാര്യത്തിൽ NDAക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പരീക്ഷാ നടപടിക്രമങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സമ്മതിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സും അതൃപ്തി രേഖപ്പെടുത്തുകയും ഇക്കാര്യത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും പാർലമെന്ററി സമിതിയോട് പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരം സാഹചര്യങ്ങളെ വിലകുറച്ച് കണ്ടതിൽ സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ഉന്നതാധികാരികൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഷിരോളെ എന്നയാളെ മഹാരാഷ്ട്രയിൽ നിന്ന് CBI കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ വാങ്ങിയതിലും വിതരണം ചെയ്തതിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.